ഓ ദേ വന്നു. എന്തേ ആരായിരുന്നു ഗോപാത്? ഓഹോ ഏത് ഇപ്പൊ വന്നില്ലേ? ആ അതാ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമചേച്ചില്ലേ? രമചേച്ചിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണണമെന്ന്. അവര് രണ്ടാളുണ്ടായിരുന്ന? ഇല്ല. എന്തായി? നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജർ? ആ മാനേജറുടെ ഒരു ചായ റെഡിയായി എനിക്ക് മനപ്പൂർവ്വം പാര വെക്കായിരുന്നല്ലേ? എന്താ ഗോപാ നീ പറയണേ? സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി? ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല, പക്ഷെ എന്റെ തന്ത പണി സത്യം. ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. അച്ഛാ അച്ഛാ, ദൈവമേ ഇനി ഏത് കുരിശാണാവോ? ആരായാലും ഗോപനില്ല. ഞാൻ സോമനാ. ഏത് സോമൻ? സോമസുന്ദരൻ. എന്താ സോമസുന്ദര? ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ. ഗോപൻ എവിടെയുണ്ട്? ഗോപൻ കുളിക്കാ. ഗോപാ എന്താ അച്ഛാ? നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു. ഞാൻ റെഡിയാണ് അച്ഛാ. എന്താ സോമേട്ടാ എന്നെ വിളിച്ചോന്ന് അറിഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല. ആഹാ കോളുവല്ലോണ്ടാ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് അതെ, എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയാ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേള്ളൂ. ഇനി നമ്മുടെ ശാന്തയുടെ വീട്ടിലും ബാലപ്പഞ്ചാന്റെ വീട്ടിലും കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കും, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനം പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ, എന്നോ കോടീശ്വരനായനെ. എന്റെ അച്ഛന് കരപ്പന? കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9 മണി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ. വാദിച്ചാലും ഈ കേസിൽ രംഗസ്വാമി തന്നെ ജയിക്കും. ജയിക്കും. നമുക്ക് കാണാലോ. എതിർഭാഗത്ത് രംഗസ്വാമി ആയതുകൊണ്ട് തന്നെ അയ്യോ വണ്ടി വിടല്ലേ, ശകുനം റെഡി. ഗുഡ് മോർണിംഗ്. അയ്യോ മാമി കൊള്ളാല. ഡാടാ മര്യാദക്ക് പണിയെടുക്കടാ. സ്വന്തം തന്ത പോലും അറിയാതെയാ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. ദൈവമേ, ദിവസം ശകുനിൽ നിന്ന് പൈസ മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചീപ്പ് തൊഴിലാളികളുടെ കൂടെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഗതികേട് ഈ സുന്ദരനായ മുതലാളിക്ക് വരില്ലായിരുന്നു. എന്നുവെച്ചാ ശകുനി, ഞാൻ ശകുനം നിൽക്കണവനായിരുന്നെന്ന്. ഓഹോ, അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ നിന്നായിരിക്കും ഹരി കരി പോലെ ആയത്. ശകുനം നിൽക്കുമ്പോ ചിരിക്കാതിരുന്നത് കൊണ്ട് അവന്റെ പല്ലെങ്കിലും വെളുത്ത് കിട്ടി. ആരുടെ വണ്ടിയാണത്? ബ്ലോക്ക് ഉണ്ടാക്കി കിടക്കുന്ന ആരുടെ വണ്ടിയാണെന്ന്? ഉടമസ്ഥൻ ആരും ഇല്ല ഇതിന്. ഇതിപ്പോ ഞാൻ പോയിക്കൊണ്ട് പോകും. സത്യം പറഞ്ഞില്ല, ഇടിച്ചെല്ലാത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. പറഞ്ഞിടിട്ടോ? പറയാതെ തന്നെ ഇടി കിട്ടും. ചോദിച്ചു കേട്ടില്ലടാ.
ഇതാരുടെ വണ്ടിയാണെന്ന്. കണ്ടിട്ട് ഏതോ വികലാംഗന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു സാർ. ആ തന്റെയാണോ ഈ വണ്ടി? അയ്യോ സാറേ, എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല. ഓ ധിക്കാരം പറയുന്നോ? ചവിട്ടുന്നതിന്റെ മുട്ടുകാലി എന്തായാലും ഒടിക്കും. പറയടാ, ഏത് വികലാംഗന്റെ വണ്ടി? എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത്. എടാ പറയാൻ ചോദിച്ചത് കേട്ടില്ല. ഏത് വികലാംഗനെയാ? നമസ്കാരം, ഞാനൊരു പാവം വികലാംഗനാണ്. ഈ സമയത്താണ് രണ്ടിറങ്ങുന്നത്. മാറി നിൽക്കണം. രണ്ടിറങ്ങിയല്ലേ സാർ, ഈ വണ്ടി എന്റെയാണ്. ഓഹോ, നടുറോട്ടിലാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? സോറി സാർ, പെട്ടെന്ന് ഇവന് മൂത്രമൊഴിക്കാൻ തോന്നിയോണ്ട് പോയതാണ്. ഇവന് മൂത്രമൊഴിക്കാൻ നീ എന്തിനാണ് കൂടെ പോയത്? സാർ, ഇവന്റെ എല്ലാ കാര്യത്തിനും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സാർ. അതെന്താ ഇവന് കണ്ണില്ലേ? ഇവന് കണ്ണില്ല, ഇവൻ കണ്ണാൻ കഴിയാത്ത കണ്ടില്ലേ? ഇവനൊന്നും കാണാൻ സാർ, കണ്ണിക്ക് ഇരുട്ടായിട്ട് കാണുള്ളൂ, അന്തരല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഞാനും എന്തിനാണോ? ഇവനെ നോക്കിട്ട് എനിക്കും ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത്. കറക്റ്റ് ആണ് സാർ, നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല, പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ? ഓ ഗോഡ്. എന്താ ഈ അന്തന്റെ പേര്? അന്തു. അന്തു അന്തൻ. അതെ. അത് പോട്ടെ. എന്താ തന്റെ പേര്? വിട്ടിട്ടില്ല. കണ്ണ് കാണാൻ മറന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെ ഇത് കണ്ടു? എന്റെ ഫ്രണ്ടിന് ഉൾക്കാഴ്ച കൂടുതലാണ് സാർ. ഉള്ളിലുള്ളതെല്ലാം കണ്ടിട്ടുണ്ടാവോ? ഇല്ലില്ല. നിങ്ങൾ വിട്. ബ്ലോക്ക് Thank you, sir. വണ്ടി വിട്. നിക്ക്. കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ എങ്ങനെ ആദ്യം ചാടി കയറിയത്? അത് ഡെയിലി കയറി പ്രാക്ടീസ് ആണ്. ആരൊക്കെ ഗോപായ് ഇവരെ? അയ്യോ, ഞങ്ങള് കുറച്ച് പോലീസുകാരാണ്. ഐ സി അല്ല, എസ് ഐ രാജ്കുമാർ. താങ്ക് യു രാജ്കുമാര. നോക്കി പോണം കേട്ടോ. ഓക്കെ. വണ്ടി വരട്ടെ സാർ. വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞില്ല. മാറ്റാം. ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കാണല്ലേ? പതിവ് സാധനം. ഇതെന്താ റമ്മ? അതെന്താ റമ്മ് കുടിക്കൂലേ? കുടിച്ചിരുന്നു, അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത് ജൂലിയറ്റ്? അല്ല. പിന്നെ വലിക്കുന്ന അല്ല, അതെ ഇങ്ങനെ കുടിക്കുന്ന. അയ്യോ, ഇതെവിടുന്നാ? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, ഒറിജിനലാ? നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായം ഉണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു 5-6 ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടേന്നുള്ളത്. അച്ഛാ, സത്യം പറയുന്നത് എവിടെന്നാ? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ കാച്ചു. അതീന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാ. പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചോണ്ട് വരുമല്ലോ, റമ്മ എവിടെ തരാട്ടാ തൈക്കളവാ. തുപ്പി നോക്കി ഞാൻ. എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ, ഇത് ശീതൾ. ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പേയിങ് ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛനും കൂടെ വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവൾ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏത് സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിൽക്കോട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെ പറയണം? വെള്ളമൊടിച്ച വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ടാ, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ടാ, ഫിലോഡാൽഫിയെന്ന് കേട്ടിട്ടുണ്ടാ, അമേരിക്കന്ന് കേട്ടിട്ടുണ്ടാ. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നുറങ്ങടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. നിനക്ക് പിടിച്ചില്ല? ഡെറാഡൂണിനാടാ. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിലുണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായിപ്പോയി. ഡെറാഡൂൺ. ഗുഡ് നൈറ്റ് ഡെറാഡൂൺ. നിന്റെ അമ്മൂട ഇത് ഏതായി ഡെറ? എന്റെ ഡെറാഡൂണിന്റെ അമ്മയ്ക്ക് വിളിക്കുമല്ലേടാ.